കട്ടക്കരിപ്പൻ്റെ ഉണ്ടക്കണ്ണി. രചന അന. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. അമ്മേ സൂപ്പറായിരുന്നു കേട്ടോ, മതിയാവുന്നില്ല. എന്നോട് പറയണ്ട, ദാ അങ്ങോട്ട് പറയും. നിന്റെ ഭാര്യ ഉണ്ടാക്കിയതല്ല. ആണോ മോളെ? അച്ഛന് ഒരുപാട് ഇഷ്ടമായിട്ടോ. താങ്ക്സ് അച്ഛാ. ഹോ, ഇന്ന് അവൾക്ക് അഹങ്കരിക്കാനുള്ളതായി. എന്നാലും ഞാൻ നന്നായി എന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്താ നീ പറയുന്നില്ലേ? അല്ലച്ചാ, അത്രക്കും നന്നായിട്ടൊന്നുമില്ല, കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. എന്നിട്ടാണോ വാരി വലിച്ച് കഴിച്ച്? അവൾ ആ പറഞ്ഞ് എനിക്ക് കൊണ്ടു. എൻ്റെ വീട്ടിലെ സാധനങ്ങൾ ഞാൻ ഇഷ്ടമുള്ള പോലെ കഴിക്കും. അവരെ നീ ആരടി? ഞാൻ തൻ്റെ അമ്മയച്ഛനും ഞങ്ങൾ നോക്കുന്നുകൊണ്ടാണ് അവൾ നിർത്തിയത്. അവരുടെ വായിലിരിക്കുന്ന കൂടി കേൾക്കണ്ടെന്ന് വെച്ച് ഞാൻ പെട്ടെന്ന് തന്നെ സ്കൂട്ടായി ഓഫീസിൽ പോയി. വൈകിട്ട് തിരിച്ചെത്തുമ്പോൾ ഉണ്ടക്കണി വിളക്ക് വെക്കുകയാണ്. അങ്ങനെയൊന്ന് ചെയ്യുമ്പോൾ എന്നെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. രാവിലെ തന്നെ ഞാൻ വെച്ചുണ്ടാക്കിയ കുറ്റം പറഞ്ഞിട്ട് പോയിട്ട് ഇതേ ഇപ്പോഴാണ് വരുന്നത്. കാലുമ്പ് നോക്കിയൊരു വീക്ക് വെച്ച് കൊടുക്കാൻ തോന്നുന്നുണ്ട്. മോളെ, ഓഫീസിൽ പോയിട്ട് എന്തായി? ലീവ് കിട്ടിയാച്ചാ ഒരാഴ്ച കൂടി. ഞാനിന്ന് ഓഫീസിൽ പോയി ഒരാഴ്ച കൂടി ലീവ് എടുത്തു. അവിടെ ഒരെണ്ണം പോലും എനിക്ക് സമാധാനം തന്നില്ല. കല്യാണത്തിന് വിളിച്ചില്ല, പാർട്ടി വേണം, എന്താ ചെക്കൻ വരാത്ത, ആന, ചേമ്പ്, മാങ്ങ, തേങ്ങ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ. നമ്മുടെ ചങ്ക ആമിക്ക് മാത്രം കാര്യം നന്നായിട്ട് അറിയാവുന്നുണ്ട്. അവൾ അവരെ പിന്തിരിച്ചിടുന്നതിൽ എന്നെ സഹായിച്ചു. അത്താഴം കഴിക്കാൻ എല്ലാവരും വന്നിരുന്നു. കാലത്തുണ്ടായതുപോലെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. അമ്മയോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. കഴിച്ചു കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ റൂമിലേക്ക് പോയി. ഓടിയെന്ന് വേണം പറയാൻ. ഭാഗ്യത്തിന് ആദ്യം ബെഡിലില്ല, ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ വേഗം പോയി കിടന്നു. ആദ്യം വന്നപ്പോൾ ഞാൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നോട് ഞാൻ ബെഡിൽ കിടക്കുമെന്ന് പറഞ്ഞായിരുന്നോ? ഇത് എന്നെ കൂടി ബെഡാണ്. അത് നീയാണോട് തീരുമാനിക്കുന്നത്? ആ, ഞാൻ തന്നെയാ. പിന്നെ വേണേ പോയി സോഫയിൽ കിടന്നോ? പറ്റില്ല, എനിക്ക് ബെഡിൽ കിടക്കണം. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഞാൻ എണീക്കില്ല. ഓഹ്, ഈ കുരിശിനെ കൊണ്ട് തോറ്റല്ലോ. ഞാൻ കാരണം നിങ്ങളിപ്പോൾ നാണക്കേടാ അവിടെ നിൽക്കുന്നത്. അതേ കാണായിരുന്നു മാനസമനിയും പാടി നടക്കുന്നത്. ഒന്ന് പോടി, വന്നതുപോലെ പറഞ്ഞു തുടങ്ങിയതാണല്ലോ. പിന്നെ നിന്നെ സഹിക്കുന്നതിലും ഭേദം അതായിരുന്നു. ഛേ, ഇന്നലത്തെ പോലെ ഒരു ഇമോഷണൽ അറ്റാക്ക് ചെയ്യാന്ന് വെച്ചപ്പോൾ ചെക്കൻ കയറി അങ്ങ് ഗോളടിച്ചല്ലോ. ഉണ്ടകണി, നാളെ ഈ ബെഡിൽ ഞാൻ കിടക്കും, നോയിക്കോ. ആ, കാണാം. ഓക്കെ, വെയിറ്റ് ആൻഡ് വാച്ച്. പാഴ്ചയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നേ ഉള്ളൂ. പിറ്റേന്ന് പകൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോയി. പക്ഷെ രാത്രി ഫുഡ് കഴിച്ചിട്ട് ഓടാൻ നിന്ന് എന്നെ അമ്മയും ആദ്യം അച്ഛനും വിളിച്ചുകൊണ്ട് പോയി. അമ്മയോട് സംസാരിച്ച് ഞാൻ പോകുന്നു. എതിരെ നിന്ന് ആദ്യം ഓടി വരുന്നുണ്ട്. ഞാനും വിട്ടുകൊടുത്തില്ല. ഞങ്ങൾ രണ്ടാളും ഓടുന്നുണ്ട്. വാ തുറന്ന് നിൽക്കുകയാണ് അമ്മയും അച്ഛനും. ഏട്ടാ, ഈ പിള്ളേരെന്താ ഇങ്ങനെ? ആ, എനിക്കെങ്ങനെ അറിയാം? ഗൗരി കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ഏട്ടാ. അതാ ഈ വികൃതികളല്ല. ഏട്ടൻ അവളോട് വിരോധം വല്ലതും തോന്നുന്നുണ്ടോ? എന്തിന്? ഈ 2 ദിവസം കൊണ്ട് തന്നെ അവളുടെ കളിചീരികൾ എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അവിടെ ഈ പെരുമാറ്റം ആദ്യം പഴയ കാര്യങ്ങൾ മറക്കാൻ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കല്യാണത്തിന് അന്ന് എല്ലാം തകർന്നിരിക്കുന്നതിനെ പോലെ ആയേനെ. എത്രയും പെട്ടെന്ന് അതൊക്കെ ശരിയാ. ഏട്ടൻ വരൂ, നമുക്ക് കിടക്കാം. ഞങ്ങൾ രണ്ടാളും ഓടി ബെഡിലേക്ക് ചാടി വീണു. തലകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ആദിയെ കൊല്ലാനുള്ള ദേഷ്യം വന്നു. പിന്നെ ഒന്ന് അടങ്ങി നെറ്റി ഒഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ്. ആദിയുടെ അവസ്ഥ ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. നോക്കൂരി, ഇന്ന് ഞാനിവിടെ കിടക്കും. ആദ്യമായിട്ടാണ് ആ കാട്ടുമാകാൻ എൻ്റെ പേര് വിളിക്കുന്നത്. അല്ലെങ്കിൽ നീ ഉണ്ടകണി എന്നൊക്കെയാണ് വിളിക്കാറ്. ആദ്യം എന്നെ ഗൗരി എന്ന് വിളിച്ചു. എനിക്കാകെ കുളിര് കോരി. ഗൗരി ഓരോന്നും ആലോചിച്ചിരിക്കാതെ പടവിട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഇല്ല, ആദ്യം ബെഡിലെത്തി ഞാനാ, അതുകൊണ്ട് ഞാൻ കിടക്കും. ഇന്നലെ നീ കിടന്നില്ലേ, അപ്പൊ ഇന്ന് ഞാൻ കിടക്കും. അങ്ങനെ നിയമൊന്നുമില്ലല്ലോ. ആദ്യം ആ കുഴഞ്ഞു പറഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഞാൻ കിടക്കും, നാളെ നീ കിടന്നോ. അങ്ങനെ ഓരോ ദിവസം മാറി മാറി കിടക്കാം. എങ്ങനെ? ഒന്ന് ആലോചിച്ചപ്പോൾ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഇന്നും ഓടിയെത്തേണ്ടി വരും. ഓക്കെ ഡി. പിന്നെ വേറെ കാര്യം, ബെഡിൽ കിടക്കുന്ന ആൾ സോഫ കിടക്കാൻ അതിന് സെറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, എന്ന് നീ പോയിക്കോ, ഞാനൊന്ന് കിടക്കട്ടെ. ഈ ഉടമ്പടി ഇന്നാണ് പ്രാബല്യത്തിൽ വരുന്നത്. സോ ഇന്ന് ആദ്യം നാളെ തന്നെ കിടക്കും. എന്നാൽ സോഫ സെറ്റാക്കിത്താ. ഞാൻ വിരിക്കാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ആ കാട്ടുമാകാൻ ബെഡിലേക്ക് എടുത്തിയാടി. ഞാൻ നിർത്തിവാവേ, നീ പോയി കിടന്നാട്ടെ. അതെ, പാവയിൽ നിൽക്കുന്ന നിങ്ങളുടെ രമ്യയെ പോയി വിളിച്ചാൽ മതി. പാവ പോലും ഏത് നശിച്ച സമയത്താണോ ഞാൻ അവളെ വാവയെന്ന് വിളിച്ച് പറയുന്ന ആ ഫ്ലോയിൽ അങ്ങ് വിളിച്ചു പോയതാ. അപ്പോഴേക്കും അവൾ ആ രമ്യയെ വലിച്ചിട്ടു. ഈ ഒരാഴ്ചക്കുള്ളിൽ അവിടെ ഓർമ്മകൾ മറക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ ഓർക്കാറില്ല. അതിനൊരു പരിധിവരെ ഗൗരി തന്നെയാണ് കാരണം. അവളുടെ താന്തോന്നി തരത്തിൻ്റെയും വഴക്കിൻ്റെ ഇടയിൽ അതിനെക്കുറിച്ച് ഓർക്കാറേ ഇല്ല. എന്നാൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ആ കാന്താരി തന്നെ രമ്യയെ വലിച്ചിഴക്കും. അങ്ങനെ എന്തൊക്കെ ആലോചിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. ദിവസങ്ങൾ ശരവേഗത്തിൽ കടന്നുപോയി. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു. ഞാൻ ബിസിനസ് കാര്യങ്ങളുടെ തിരക്കിലായി. ഗൗരി ഓഫീസിലും പോയി തുടങ്ങി. ഞങ്ങൾ തമ്മിൽ ആകെയുള്ള കണ്ടുമുട്ടൽ രാത്രിയാണ്. അതും അടികൂടാൻ വേണ്ടി മാത്രം. ഒരു ദിവസം പോലും ഞങ്ങൾ അടികൂടായിരുന്നിട്ടില്ല. കിടക്കാനുള്ള അടിയൊക്കെ തീർന്നു. മാറി മാറി കട്ടിൽ കിടക്കുന്നുണ്ട്. ആ സമയം സമാധാനമായിരുന്നു. ഇടയ്ക്കൊക്കെ അമ്പലത്തിൽ പോവാറുണ്ട്. നടന്നിട്ടാണ് പോക്കും വരവും. അതും അവളുടെ ഇഷ്ടമാണ്. കുളിച്ചൊരുങ്ങി സെറ്റും ഉണ്ടാക്കി കൊടുത്ത് ആ ഉണ്ടക്കണ്ണിൽ കൺമിഷി എഴുതി നെറ്റിയിൽ എൻ്റെ സിന്ദൂരം ചാർത്തി വരുന്ന കാണാൻ ഒരു പ്രത്യേക ശൈലാണ്. ഞാനിങ്ങനെയാണ്. ശത്രുക്കളായാലും അവരുടെ ഭംഗിയൊക്കെ ആവോളം ആസ്വദിക്കും. രമ്യയുടെ അത്രയ്ക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും ഗൗരിക്ക് ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. ആ ഉണ്ട കണ്ണുകൾ, പിന്നെ ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഇടയ്ക്ക് മാത്രം കണ്ടുവരുന്ന വലത് കവിളിലെ നുണക്കുഴി.
കാവ്യമാധവന്റെ മുടിയേക്കാളും നീളമുള്ള കേശഭാരം, അങ്ങനെ കുറേയുണ്ട്. ഈ ഒരു മാസം കൊണ്ട് ഇത്രയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം? സ്വഭാവം നല്ലതല്ലല്ലോ. ഇത്ര പ്രായമായിട്ട് കുറുമ്പ്, മരത്തിൽ കൈവലിഞ്ഞ് കയറും. പിന്നെ എന്തിനേതിനും പഞ്ചപ്പായ എന്നെ ചീത്ത പറയാ, അടികൂടുക. എത്ര പറഞ്ഞാലും തീരില്ല ഗൗരി തമ്പുരാട്ടിയുടെ വിശേഷങ്ങൾ. ഇതൊക്കെ പോരായിട്ട് അവളെൻ്റെ അമ്മേനെ അച്ഛനെയും പാട്ടിലാക്കി. അവർക്കിപ്പോൾ അവൾ കഴിഞ്ഞ ഞാനുള്ളൂ. അതിൻ്റെ എല്ലാ കുശുമ്പും അസൂയ എനിക്ക് ഇല്ലാതില്ല. എത്രയോ ഡീസൻ്റായിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ഞങ്ങളാ. ഇപ്പോൾ ആകെ ബഹളമയമാണ് ഡൈനിങ് ടേബിളിന് ചുറ്റും. കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെയാണ് ഗൗരി വീട്ടിലുള്ളപ്പോഴുള്ള അവസ്ഥ. ഇതിനെല്ലാം അച്ഛനും അമ്മയും കട്ട സപ്പോർട്ടാണ്. അവർ 3 പേര് ഇടയ്ക്കിടെ ഔട്ടിങ്ങിന് പോകും, അതും എന്നെ കൂട്ടാതെ. എൻ്റെ തിരക്കുകൾ തന്നെ കാരണം. ആദ്യം എന്നെ വിളിച്ചിരുന്നു, അപ്പോഴേക്കും ഞാൻ ഒഴിഞ്ഞു മാറി. ഇപ്പോഴെനിക്ക് പോകണമെന്നുണ്ട്, പക്ഷെ അവർ വിളിക്കുന്നില്ല. എന്താ ചെയ്യുക? എൻ്റെ ഓരോരോ അവസ്ഥകളേ. ആദി, ഇന്ന് വലിയച്ഛൻ്റെ വീട്ടിൽ പോകണം. നിന്റെ ഏട്ടൻ വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. നേരത്തെ എത്തണം. പിന്നെ നാളെ ലീവ് ആയിക്കോളൂ കേട്ടോ. ഓക്കെ അമ്മേ, ഞാൻ നേരത്തെ എത്താം. അവളോ ഗൗരി? ഇയാളെ എപ്പോൾ മുതൽ എൻ്റെ കാര്യം അന്വേഷിച്ചു തുടങ്ങി? ചിലപ്പോൾ ഞാൻ ഈ സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ്. അത് ഞാൻ സമ്മതിക്കില്ല. വൈകുന്നേരം ആദ്യം വന്ന് ഞങ്ങൾ 4 പേരും വലിയച്ഛൻ്റെ വീട്ടിലോട്ട് പുറപ്പെട്ടു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മിണിയും അമ്മാളവും ഞാനും ഹേമേശയും പൊരിഞ്ഞ വർത്തമാനത്തിലായിരുന്നു. ആദ്യമാവട്ടെ ഏട്ടനോടിരുന്ന് കത്തിവെക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാവും ഞങ്ങൾ വഴക്കൂടാതിരിക്കുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. അവന് അങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് കണ്ണുകൾ പറയുന്നുണ്ട്. കാരണം ഇടയ്ക്കിടെ എന്നെ നോക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണം കിട്ടി അടികൂടാലോ. പക്ഷേ നടന്നില്ല. ഒരുപാട് നേരത്തെ കളിച്ചിരികൾക്കൊടുവിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഒന്നിച്ച് തന്നെ കിടക്കുകയും ചെയ്തു. പിറ്റേന്ന് പുലർച്ചെ തന്നെ എല്ലാവരും കൂടി അമ്പലത്തിലോട്ട് പോയി. കാറിൽ എല്ലാവരും കൊള്ളാത്തതുകൊണ്ട് ആദ്യ ഏട്ടൻ്റെ ബൈക്ക് എടുത്തു. ഹേമേച്ചി എന്നെ നിർബന്ധിച്ച് ആദിയുടെ കൂടെ നിർത്തി. ബുള്ളറ്റായിരുന്നു. ആദ്യം മുണ്ടക്കെടുത്ത് ആ ബുള്ളറ്റിലിരിക്കുന്ന കാണാനൊരു മാസി ലുക്കുണ്ട്. ഞാൻ നോക്കിന്ന് പോയി. ചെക്കനിന്ന് ഒന്നുകൂടെ ഗ്ലാമറായ പോലെ. ആദ്യം ഒന്ന് ഓണടിച്ചപ്പോഴാണ് സ്ഥലകാലബോധം വന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒന്നിച്ചൊരു യാത്ര പോകുന്നത്. അതും ഇത്രയും അടുത്തിരുന്നുകൊണ്ട്. ഞാൻ ആവോളം ആസ്വദിച്ചു ആ യാത്ര. ഒരു ചെറു ചിരിയോടെ ഇരിക്കുന്ന എന്നെ സൈഡ് മിററിലൂടെ ആദ്യം നോക്കുന്നുണ്ടപ്പോൾ ഞാൻ മുഖം വെട്ടിച്ചിരുന്നു. ദേവിയുടെ മുന്നിൽ ഒന്നിച്ചിരുന്ന് തൊഴുത്. അന്നത്തെ ദിവസം ഒരുപാട് സന്തോഷങ്ങൾ തന്നു. രാത്രിയിലത്തെ ഫുഡ് കഴിച്ചാണ് അവിടുന്ന് ഇറങ്ങിയത്. വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല ക്ഷീണം. ഞാൻ പോയി ബെഡിൽ കിടന്നു. അപ്പോഴേക്കും ആദ്യം വന്ന് ബഹളം ഉണ്ടാക്കി തുടങ്ങി. ഇന്നൊരുപാട് ഡ്രൈവ് ചെയ്തുകൊണ്ട് വയ്യാതെയായി. ഒന്ന് കിടക്കാൻ വേണ്ടി ഫ്രഷായി വന്ന തമ്പുരാട്ടി ബെഡിൽ വീണിട്ടുണ്ട്. ഹലോ മേഡം, എന്താ ഇവിടെ? എന്തോ ഇന്ന് എൻ്റെ ഊഴാ? അയ്യടാ, ലാസ്റ്റ് ദിവസം നീയല്ലേ കിടന്ന്. അപ്പൊ പിന്നെ ഇന്ന് ഞാൻ, നാളെ നീ. താനെന്താ ജീസസ് ക്രിസ്റ്റിനെ കളിക്കുകയാണോ? ദേ, നീ റൂൾ സെറ്റ് ചെയ്യാൻ നിൽക്കണ്ട, പറഞ്ഞേക്കാം. ഇന്നലായിരുന്നു തൻ്റെ ഊഴം, ഇന്ന് ഞാൻ തന്നെ അവിടെ കിടക്കണ്ട്. ഗൗരി പ്ലീസ്, എനിക്ക് തീരെ വയ്യ. നീ സോഫയിൽ പോയി കിടക്ക്, ഞാൻ വിരിച്ചിട്ടുണ്ട് അവിടെ. ആണോ? എന്നാലേ മോൻ തന്നെ പോയി കിടന്നാൽ മതി. ഇന്നത്തെ ക്ഷീണം ഗൗരിയുടെ കാട്ടിക്കൂടലെ കണ്ട് എൻ്റെ നിയന്ത്രണം വിട്ടു. ഞാൻ അലറിക്കൊണ്ട് അവളെ വലിച്ച് താഴെയിട്ടു. കഷ്ടകാലത്തിന് ആ കുരിപ്പിൻ്റെ കാല് കട്ടിൽ തട്ടിപ്പൊട്ടി രക്തം വന്നു. അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ വിഷമായി. ആശ്വസിപ്പിക്കാൻ ചെന്നപ്പോൾ എന്നെ തട്ടിമാറ്റിക്കൊണ്ട് ഓളിയിട്ട് കരഞ്ഞു. ആൾക്ക് ഒരുപാട് നൊന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓരോ നിമിഷവും കൂടുന്തോറും അവളുടെ കരച്ചിലിന് ആക്കം കൂടി വന്നു. ഞാൻ ഓടിപ്പോയി വാപുത്തി. അത്രയ്ക്കും ഉറക്കെയാണ് അവൾ കാറുന്നത്. ഞാനിങ്ങനെ വാപുത്തി നിൽക്കുന്ന അവൾ തട്ടിമാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് വാതിൽ തള്ളി തുറന്ന അച്ഛനും അമ്മയും അകത്തോട്ട് വന്ന്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.